etching etching introduction ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. So etching is associated with lithographic process because lithography processൽ നിങ്ങൾ pattern ചെയ്യുമ്പോൾ ഒരു particular region select ചെയ്ത് we have to remove some material from the wafer surface. For that we are using etching. Okay. So etching refers to the removal of material from the wafer surface. And ഇതും ഞാൻ introduction പാർട്ടിൽ പറഞ്ഞതാണ്. That is etching consists of 3 processes, that is mass transport of reactants to the surface. Okay. Then reaction between the reactants and film to be etched and mass transport of reaction products from the surface. ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എച്ചിങ് പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഏതിലായാലും ജനറലി എച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽ സർഫസിൽ നിന്ന് സം മെറ്റീരിയൽ വി ഹാവ് ടു റിമൂവ് ഫ്രം ദ സർഫസ് അല്ലെ. സോ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എന്ത് ചെയ്യും, റിയാക്ടൻസ് സർഫസിലേക്ക് പാസ് ചെയ്യും. ദെൻ സർഫസിൽ നിന്ന് റിയാക്ഷൻ വിൽ ടേക്സ് പ്ലേസ്. ആസ് എ റിസൾട്ട് ബൈ പ്രൊഡക്ട്സ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ സർഫസ്. ദാറ്റ് ബൈ പ്രൊഡക്ട്സിന്റെ കൂടെ എന്താ നമുക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയലും കൂടെ റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, that is etching. So before going to the classification of different types, we can see the figure of merit of etch. That is അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എച്ചിങ്ങിന്റെ. That is etch rate, uniformity, selectivity and profile. These are the figure of merit. So first etch rate. Etch rate ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം ദ വേഫർ ഓവർ എ ഡിഫൈൻഡ് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, സോ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം ദ വേഫർ ഓവർ എ ഡിഫൈൻഡ് പീരിയഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ എമൗണ്ട്, ദാറ്റ് ഈസ് ദ എച്ച് റേറ്റ്. ഓക്കെ, ദെൻ യൂണിഫോമിറ്റി മീൻസ് ഈവൺനെസ് ഓഫ് ദ റിമൂവൽ ഓവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ വേഫർ. ഓക്കെ, സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേഫർ സർഫസിൽ നിന്ന് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഈവൺനെസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പാർട്ടൊന്നും കറക്റ്റ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ഈവൺനെസ് ഓഫ് റിമൂവൽ ഓവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ വേഫർ. ദെൻ സെലക്ടിവിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ദ എബിലിറ്റി ഓഫ് ദ എച്ച് പ്രോസസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ലെയർ ടു ബി എച്ച്ഡ് ആൻഡ് ദ മെറ്റീരിയൽ നോട്ട് ടു ബി എച്ച്ഡ്. ദാറ്റ് ഈസ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ടൻസ് നമ്മൾ സർഫസിലേക്ക് പാസ് ചെയ്യുമ്പം അവിടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ലെയേഴ്സും ഉണ്ട്, അല്ല ചെയ്യേണ്ടാത്ത ലെയറും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് സെലക്ടിവിറ്റി, അത് രണ്ടും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, അത് ശരിക്കും നമ്മൾ എച്ചിങ് മെറ്റീരിയൽ അതേപോലത്തെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം മറ്റുള്ള മെറ്റീരിയൽസുമായിട്ട് റിയാക്ട് ചെയ്യാനും പാടില്ല, നമുക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽ ആയിട്ട് റിയാക്ട് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് സെലക്ടിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ എബിലിറ്റി ഓഫ് ദ എച്ച് പ്രോസസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലെയർ ടു ബി എച്ച്ഡ് ആൻഡ് ദ മെറ്റീരിയൽ നോട്ട് ടു ബി എച്ച്ഡ്, ദാറ്റ് ഈസ് സെലക്ടിവിറ്റി. ഓക്കെ, നമ്മൾ ആക്ച്വലി ഒരു എച്ചിങ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ആ പ്രോസസ് എത്രമാത്രം എഫിഷ്യന്റ് ആണ് എന്നൊക്കെ മെഷർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ഫിഗർ ഓഫ് മെറിറ്റിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഓവർ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് ഈവൺനെസ് ഓഫ് ദ എച്ചിങ് പ്രോസസ്, ദെൻ സെലക്ടിവിറ്റി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഫോർത്ത് പറഞ്ഞൊരു ഫിഗർ ഓഫ് മെറിറ്റ്, ദാറ്റ് ഈസ് പ്രൊഫൈൽ, എച്ചിങ് പ്രൊഫൈൽ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. So etching profile means that etching process can be isotropic or anisotropic. Okay, so isotropic means, നിങ്ങൾ ഐസോട്രോപ്പി എന്നുള്ള ടേം എവിടെയാ കേട്ടിട്ടുള്ളത്? ഐസോട്രോപ്പി എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞ ടേം എവിടെയും കേട്ടിട്ടില്ല. ഐസോട്രോപ്പിക് ആന്റിന നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഐസോട്രോപിക് റേഡിയേഷൻ ഒന്നും കേട്ടിട്ടില്ലേ? Say yes or no. എന്താ ഐസോട്രോപിക് അപ്പൊ കേട്ടിട്ടില്ല നിങ്ങൾ? എന്താ
മെക്കാനിക്കൽ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ആർ സെയിം. അത് ഏതിന്റെ കേസിലുള്ള ഐസോട്രോപിക്? ഇതെന്താ ഇത്രയും ലേറ്റ് ആയത് അപർണ, അനുവിന്ദ്? 8:50 ക്ലാസ് തുടങ്ങുന്നത്. ഏകദേശം 10 മിനിറ്റ് ആവാറായില്ലേ? ഓക്കെ, മെറ്റീരിയൽസിന്റെ കേസ് തരാം. നമ്മളിവിടെ ഇപ്പൊ പറയുന്നത് ഈ പറഞ്ഞ ഐസോട്രോപിക് ഇപ്പൊ ആന്റിനന്റെ റേഡിയേഷന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ഡയറക്ഷനിലും സെയിം ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ മെറ്റീരിയലിന്റെ കേസിലാണെങ്കിലും എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് സെയിം എന്നാ പറഞ്ഞല്ലേ. അപ്പൊ ആ ഒരു നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും എല്ലാ ഡയറക്ഷനിലും സെയിം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെയിം ഇന്റൻസിറ്റി, അതുപോലെയാണ് ഐസോട്രോപിക് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ഐസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് etching proceeds at equal rate in both horizontal and vertical direction. അതിന് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഫിഗർ ഒന്ന് റെഫർ ചെയ്യുക. അപ്പൊ അതിനകത്ത് ഈ ഒരു സർഫസിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ, അതായത് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ റീജിയനിലുള്ള മെറ്റീരിയൽസ് ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ if the etching process is isotropic, etching will takes place in both horizontal and vertical direction. ദാറ്റ് ഈസ് ഈ ഒരു ഡയറക്ഷനിലും എച്ചിങ് നടക്കും, ഈ ഡയറക്ഷനിലും എച്ചിങ് നടക്കും. ഓക്കെ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈക്വലി. അപ്പോൾ എച്ചിങ് പ്രോസസ് അറ്റ് ഈക്വൽ റേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഹൊറിസോണ്ടൽ എച്ചിങ്ങും ഉണ്ടാവും, വെർട്ടിക്കൽ എച്ചിങ്ങും ഉണ്ടാവും. ഓക്കെ, ദെൻ കമ്മിങ് ടു അനൈസോട്രോപിക്. അവിടെ നമ്മൾ സെക്കൻഡ് ഫിഗറിൽ പാർഷ്യലി അനൈസോട്രോപിക് ആണ്, ലാസ്റ്റ് ഫിഗറിൽ കംപ്ലീറ്റ്ലി അനൈസോട്രോപിക് ആണ്. ഇപ്പൊ അനൈസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ etching proceeds faster in one plane than in another. So that reaction നടന്നിട്ട് എച്ചിങ് ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എച്ചിങ് റേറ്റ് ഹൈ ആണ്, കൂടുതലാണ് അല്ലെ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുവാണെങ്കിൽ എച്ചിങ് റേറ്റ് ലോ ആണ്. ഓക്കെ, സോ മോർ എച്ചിങ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ and less etching in horizontal direction. That is, etching proceeds faster in one plane than in another. Okay, and if it is completely anisotropic, ലാസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തില്ല, എച്ചിങ് ഒക്കർ ചെയ്യുന്നില്ല, ഓൺലി വെർട്ടിക്കൽ ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രം എന്താ എച്ചിങ് പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അനൈസോട്രോപിക്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഐസോട്രോപിക് ആണോ അനൈസോട്രോപിക് എച്ചിങ് ആണോ നമ്മുടെ ഐസി ഫാബ്രിക്കേഷനിൽ പ്രിഫറബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും? ആ ഒരു ഫിഗർ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറ, നമുക്ക് ഐസോട്രോപിക് എച്ചിങ് ആണോ അനൈസോട്രോപിക് എച്ചിങ് ആണോ നമ്മുടെ ഈ ഒരു VLSI ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്? ഏതായിരിക്കും നമുക്ക് ഇവിടെ വേണ്ടി ഒരു ഐസോട്രോപിക് ആണോ അനൈസോട്രോപിക് ആണോ? ദാറ്റ് ഈസ് എല്ലാ ഡയറക്ഷനിലും ഈക്വലി എച്ചിങ് പ്രൊസീഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം മാക്സിമം എച്ചിങ്ങും അതർ ഡയറക്ഷനിൽ എച്ചിങ് സീറോ, ഏതാണ് വേണ്ടത്? അനൈസോട്രോപിക് ആണ്, കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർക്ക് അത് ഐഡിയ മനസ്സിലായോ കാര്യം? അതായത് നമ്മൾ എച്ചിങ് ചെയ്യുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ ലിത്തോഗ്രഫി വെച്ചിട്ട് പാറ്റേൺ മാപ്പ് ചെയ്തു, അൺവാണ്ടഡ് പാർട്സ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യുന്ന ടൈമിൽ ആക്ച്വലി നമുക്ക് എന്താണ് ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന പോലെയാണെങ്കിൽ അതിന്റെ ഇൻസൈഡ്, അതിന്റെ ഉള്ളിലുള്ള പ്രൊട്ടക്റ്റഡ് റീജിയൻസിലും കൂടെയുള്ള മെറ്റീരിയലും കൂടെ റിമൂവ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലാസ്റ്റ് ഫിഗറിൽ കാണിക്കുന്നത് പോലെ നമുക്കൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാനാണ്. ഓക്കെ അല്ലെ, കാരണം നമ്മൾക്ക് നേരത്തെ നമ്മൾ ലിത്തോഗ്രഫിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ആ ഡയഗ്രാം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. ഫോട്ടോലിത്തോഗ്രഫിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഒരു സിലിക്കൺ ഡയോക്സൈഡ് അല്ലെ, സിലിക്കൺ ഡയോക്സൈഡ് ലെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ആ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള സിലിക്കൺ ഡയോക്സൈഡ് മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം. ബാക്കി അതിന്റെ സറൗണ്ടിങ്സിലുള്ള എന്തായിരിക്കണം? പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അല്ലെ.
അപ്പൊ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെയർ, ഇവിടെ കാണുന്ന ഈ ഒരു ലെയർ എന്താണ്, ബാക്കിയുള്ള റീജിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് റിയാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്പണിംഗിൽ മാത്രം റിയാക്ഷൻ നടന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള മെറ്റീരിയൽ മാത്രം റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ എയിം. ബട്ട് ഐസോട്രോപിക് എച്ചിങ് ആണെങ്കിൽ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഈക്വലി എച്ചിങ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, നമ്മുടെ ഈ ഇതിനകത്തുള്ള നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഏരിയന്റെ ബിലോ ഉള്ള റീജിയനിലുള്ള മെറ്റീരിയലും കൂടെ എന്തായി പോകും, റിമൂവ് ചെയ്തു പോകും. ഓക്കെ, ബട്ട് നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്, ഈ നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റഡ് റീജിയൻസിന്റെ ബിലോ ഉള്ള റീജിയൻസ് എന്തായിരിക്കണം, പ്രൊട്ടക്റ്റഡ് തന്നെ ആയിരിക്കണം. അതായത് വെർട്ടിക്കൽ എച്ചിങ് മാത്രം മതി നമുക്ക്, എന്താ ഹൊറിസോണ്ടൽ എച്ചിങ് ഇസ് നോട്ട് നീഡഡ്. ഓക്കെ, സോ വി നീഡ് അനൈസോട്രോപിക് എച്ചിങ് പ്രൊഫൈൽ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടണമെങ്കിൽ നമ്മളൊരു സിംഗിൾ ഡയറക്ഷനിലുള്ള എച്ചിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് വേണ്ട ഏതാണ്, അനൈസോട്രോപിക് എച്ചിങ് പ്രൊഫൈൽ ആണ്. ദാറ്റ് ഈസ് എച്ചിങ് പ്രൊസീഡ് ഫാസ്റ്റർ ഇൻ വൺ പ്ലെയിൻ അതർ ദാൻ ഇൻ ദ അദർ പ്ലെയിൻ. ഓക്കെ, ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം ഫാസ്റ്റ് ആയിട്ട് എച്ചിങ്ങും അതർ പ്ലെയിനിൽ എച്ചിങ് 0 ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലെ, നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ ഈ 3 ഡയഗ്രാംസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ തേർഡ് ഡയഗ്രത്തിൽ കാണുന്ന പോലെയാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. നമ്മൾ ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ല, അതേപോലുള്ള ഒരു ഓപ്പണിംഗ് മാത്രമാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ വി ആർ പ്രിഫറിങ് അനൈസോട്രോപിക് എച്ചിങ്. ഓക്കെ, സോ എച്ചിങ് പ്രൊഫൈൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആയിട്ട് ഒന്ന് ഓർക്കുക. ആൻഡ് വി ക്യാൻ ഡിഫൈൻ ദ റേഷ്യോ horizontal H rate divided by vertical H rate. That ratio Ri can be defined. If for isotropic it will be 1. കാരണം എന്താ, horizontal H rate will be equal to vertical H rate. Then for isotropic etching Ri will be equal to 1. And completely anisotropic ആണെങ്കിൽ എന്താണ്, Ri will be 0. That is horizontal H rate is 0. Only vertical H rate will be there. Vertical direction മാത്രമാണ് etching ഉള്ളത് അല്ലെ. Horizontally it will be 0. So 0 by that vertical H rate value, so it will be 0. Just ഒന്ന് ഓർത്താ മതി. And now coming to the types of etching. So this etching process can be classified mainly into two: wet etching and dry etching. Okay, so wet etching and dry etching. In wet etching, the etchants will be in liquid form. എച്ചന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർഫസിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മൾ ഒരു മാസ് ട്രാൻസ്പോർട്ട് ഓഫ് റിയാക്ടൻസ് എന്ന് പറയുന്നില്ല, ആ റിയാക്ടൻസ് ആണ് ആക്ച്വലി എച്ചന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എച്ചന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ദാറ്റ് ഈസ് എച്ചന്റ്. സോ എച്ചൻസ് വിൽ ബി ഇൻ ലിക്വിഡ് ഫോം ഇൻ ദ കേസ് ഓഫ് വെറ്റ് എച്ചിങ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡ്രൈ എച്ചിങ്, എച്ചൻസ് കണ്ടെയ്ൻഡ് ഇൻ ഗ്യാസ് ഓർ പ്ലാസ്മ ഫോം. ഓക്കെ, പ്ലാസ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പ്ലാസ്മ. ഓക്കെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഹൈലി എനർജൈസ്ഡ് ആണ്. നമ്മൾ ആ ഗ്യാസിൽ ഹൈ എനർജി പ്രൊവൈഡ് ചെയ്താൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഹീറ്റ് ചെയ്യും, വേർ ഇലക്ട്രോൺസ് ബ്രേക്സ് ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് നമ്മുടെ ആറ്റംസിന്റെ ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്യും, ബട്ട് അത് ന്യൂക്ലിയസിന്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. അതായത് നമുക്ക് ആക്ച്വലി ഈ ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജസും ആ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജസും, അതുകൊണ്ടാണ് നമ്മൾ അയണൈസ്ഡ് ഗ്യാസ് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉള്ള ഒരു ഫോമിലേക്ക് നമ്മുടെ ഗ്യാസിനെ കൺവേർട്ട് ചെയ്ത ഫോം, അതാണ് ഇത് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലാസ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഗ്യാഷ്യസ് ആയിട്ട് ഫോമിലുള്ള മെറ്റീരിയൽസിനെ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിയസിന് സെപ്പറേറ്റ് ആവും, ബട്ട് അത് ന്യൂക്ലിയസിന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യും. ഇലക്ട്രോൺസ് സെപ്പറേറ്റ് ആവുന്നതേ ഉള്ളൂ, ബട്ട് അത് പോസിറ്റീവ് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോൺസും എന്താ ഒരു ആറ്റത്തിലെ പോലെ തന്നെ ഒരുമിച്ച് മൂവ് ചെയ്യും, ബട്ട് ആക്ച്വലി അത് സെപ്പറേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹൈലി എനർജൈസ്ഡ് സ്റ്റേറ്റ് ആണ് ഇത് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രൈ എച്ചിങ്ങിൽ നമ്മുടെ ഈ എച്ചൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലായിരിക്കും, അതായത് ഗ്യാഷ്യസ് ഫോമിലുള്ള മെത്തേഡ്സ് ഉണ്ട്, അതേപോലെ എന്താണ് പ്ലാസ്മ ഫോമിലുള്ളതും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് വെറ്റ് എച്ചിങ്. വെറ്റ് എച്ചിങ് നമ്മൾ ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്താന്ന് പറഞ്ഞു, എച്ചൻസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്. ഓക്കെ, സോ ഹിയർ നിങ്ങൾ ഡയഗ്രാം നോക്കുക. ഹിയർ ദർ ഇസ് എ സൊല്യൂഷൻ. ഓക്കെ, ഈ ഒരു സൊല്യൂഷനിൽ
സോ വി ഹാവ് എ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് HN സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞ HN ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ഓക്കെ, സോ വി ഹാവ് എൻ HN സൊല്യൂഷൻ. The wafer are immersed in a tank of HN solution. കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടെ ഒരു സിലിക്കൺ വേഫർ ഉണ്ട്. ആ സിലിക്കൺ വേഫറിൽ നമ്മളൊരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവിടെയാണോ നമുക്ക് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യേണ്ടത് അവിടെ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള റീജിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്സൈഡ് വെച്ചിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് SiO2 ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ആണ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് SiO2 റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് യൂസ് ചെയ്യും, ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യും. ഓക്കെ, സോ HN ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് വേഫർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? ഇമേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പുട്ട് ദ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഇൻ ടു ദ HN സൊല്യൂഷൻ. ഓക്കെ, HN സൊല്യൂഷനിൽ നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്തു സിലിക്കൺ വേഫർ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 പ്രോസസ്സ്, ഫസ്റ്റ് റിയാക്ടൻസ് എന്ത് ചെയ്യണം? റിയാക്ടൻസ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ടു ദ വേഫർ സർഫസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഈ സറൗണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷന്റെ അകത്ത് എന്താണ് നമ്മുടെ HN മെറ്റീരിയൽ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടാവും അല്ലെ? വേഫർ സർഫസിലോ ഇറ്റ് വിൽ ബി ലോ കോൺസെൻട്രേഷൻ. സോ ദർ വിൽ ബി എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആൻഡ് due to that concentration gradient reactants will diffuses towards the surface. Okay, so നമ്മുടെ വേഫർ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി HN സൊല്യൂഷനിലേക്ക് ഇമേഴ്സ് ചെയ്യാണ്. ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ലേയേഴ്സ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമ്മുടെ ഈ പറയുന്ന 3 പ്രോസസ്സ്, എച്ചിങ്ങിന് മെയിൻ ആയിട്ട് 3 പ്രോസസ്സ് പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് ട്രാൻസ്പോർട്ട് ഓഫ് റിയാക്ടൻസ് ആണ്. സോ ഹിയർ ട്രാൻസ്പോർട്ട് ഓഫ് റിയാക്ടൻസ് വിൽ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഈ സൊല്യൂഷനിൽ എന്താണ് HN സൊല്യൂഷനിൽ maximum concentration of HNs will be there and on the wafer surface concentration will be less. അല്ലേ? So what we can say, the reactants will transfer towards the wafer due to the concentration gradient, or by diffusion reactants will pass to the wafer surface and the reaction takes place. Okay, that is reaction takes place. There will be a chemical reaction between the HN and the surface to be removed. Then as a result some chemical reaction ഉണ്ടാവും, byproducts form ചെയ്യും. Then we can remove the byproducts from the surface. Okay, that is wet etching process. Okay, സോ ഇവിടെ നമുക്ക് എച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വേഫർ ഈ സൊല്യൂഷൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്ത് ദെൻ ക്ലീൻ ചെയ്യണം. കംപ്ലീറ്റ് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നതാണ്. സോ വേഫർ സർഫസ് നല്ല ഹൈലി പ്യുവർ ആയിട്ടുള്ള വാട്ടറിൽ ക്ലീൻ ചെയ്ത് ദെൻ വി ഹാവ് ടു റിമൂവ് ദ HN ഫ്രം ദ വേഫർ സർഫസ്. ഓക്കെ, സോ ഫൈനലി ദർ വിൽ ബി ക്ലീനിങ് ആൻഡ് ഡ്രൈയിങ് പ്രോസസ് ഫോർ വെറ്റ് എച്ചിങ്. ഓക്കെ, that is once again in wet etching wafers are immersed in a tank of the HN, that is mix of chemicals, and there is a chemical reaction between the wafer surface and the HN that helps in the material removal. Okay, and either a photoresist layer or a hard mask like oxide or nitrate layer is used to protect the rest of the wafer. That is നമുക്ക് HN സൊല്യൂഷനുമായിട്ട് എന്താണ് എക്സ്പോസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഈ പറയുന്ന റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽ മാത്രമായിരിക്കും. ഓക്കെ, ദ മെറ്റീരിയൽ അതർ ദാൻ ദ നമുക്ക് അതായത് റിമൂവ് ചെയ്യേണ്ടാത്ത മെറ്റീരിയൽസ്, ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്താണ് ഫോട്ടോറെസിസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഹാർഡ് മാസ്ക് ലെയർ വെച്ചിട്ട് എന്ത് ചെയ്യും? വി ആർ പ്രൊട്ടക്ടിങ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞത് സിലിക്കണ റിമൂവ് ചെയ്യണമെങ്കിൽ KOH. നേരത്തെ പറഞ്ഞ സിലിക്കൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോഫ്ലോറിക് സൊല്യൂഷൻ HF ആണ് യൂസ് ചെയ്യുന്നത്. സിലിക്കണിന്റെ പാർട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ എന്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ആർ സെലക്ടിങ് ദ HNs. ഓക്കെ, അത് 1-2 എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇവിടെ KOH is a common HN used to remove silicon, and to remove silicon dioxide hydrofluoric acid HF സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണോ റിമൂവ് ചെയ്യേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുക.
Okay, so that is wet etching. Then after etching, the wafers are rinsed, usually distilled water. Distilled water എന്ന് പറഞ്ഞാൽ deionized, highly pure ആയിട്ടുള്ള water ആണ്. Okay, so we have to rinse in the distilled water and remove the etchant, and finally it should be dried. Okay. So wet etching നമ്മൾ commonly യൂസ് ചെയ്യുന്നത് used for removal of material from large areas. അതായത് നമുക്ക് ഒരു എന്താണ് വലിയൊരു പാറ്റേൺ സൈസ് ഒക്കെ വരുന്നതാണെങ്കിൽ മോസ്റ്റ് യൂഷ്വലി ഒരു ഗ്രേറ്റർ ദാൻ 2 മൈക്രോമീറ്റർ ഒക്കെ റേഞ്ചിലുള്ള ഡയമെൻഷനുള്ള ലാർജ് പാറ്റേൺ സൈസിലാണ് യൂഷ്വലി എന്ത് ചെയ്യുന്നത് വെറ്റ് എച്ചിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഐസോട്രോപിക് പ്രോസസ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർക്കുക. വെറ്റ് എച്ചിങ് ഇസ് ഐസോട്രോപിക്. സോ ഐസോട്രോപിക് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ അണ്ടർകട്ട് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രൊട്ടക്റ്റഡ് റീജിയൻസ്, ബിലോ ഉള്ള റീജിയൻസും കൂടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ദർ വിൽ ബി എച്ചിങ്. സോ ആസ് എ റിസൾട്ട് എന്താണ് അതിന്റെ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ ബിലോ ആയിട്ടുള്ളത് റീജിയനിലും കൂടെ എന്താണ് കുറച്ച് മെറ്റീരിയൽസ് റിമൂവ് ആയി പോകും. അത് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം നമുക്ക് ഇവിടെ നമ്മൾ ഡയറക്ഷൻ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ആ സൊല്യൂഷനിൽ എന്താണ് ഇമേഴ്സ് ചെയ്തിട്ടേ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ എച്ചൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇതില് എല്ലാ ഡയറക്ഷനിലേക്കും എച്ചൻസിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. കാരണം നമ്മൾ ഇവിടെ ഈ ഒരു ആ ഒരു എച്ചന്റ് പാർട്ടിക്കിൾ വരുന്ന സമയത്ത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും എല്ലാം എന്താ എച്ചിങ് പ്രോസസ് വിൽ ബി ദർ. സോ വി ക്യാൻ സേ വെറ്റ് എച്ചിങ് ഇസ് ഐസോട്രോപിക്. എല്ലാ ഡയറക്ഷനിലും ദർ വിൽ ബി എച്ചിങ്. ഓക്കെ, സോ അത് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു അനൈസോട്രോപിക് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലൊക്കെ പ്രിഫർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഐസോട്രോപിക് പ്രോസസ്. വെറ്റ് എച്ചിങ് ഇസ് ഐസോട്രോപിക് പ്രോസസ്. അതുകൂടാണ്ട് വെറ്റ് എച്ചിങ്ങിന്റെ നമുക്ക് ഇവിടെ ഞാൻ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് ഡ്രൈ എച്ചിങ് ആണ്. സോ ഡ്രൈ എച്ചിങ്ങില് ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് സോൾവെന്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സോൾവെന്റ്, അതായത് നമുക്ക് നമ്മളൊരു ലിക്വിഡ് സൊല്യൂഷൻ എച്ചൻ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. ഓക്കെ, ഡ്രൈ എച്ചിങ്. അവിടെ അപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഡ്രൈ എച്ചിങ് എന്ന് പറയുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ഡ്രൈ എച്ചിങ് നമുക്ക് ഈ ദ ലിമിറ്റേഷൻസ് ഓഫ് വെറ്റ് എച്ചിങ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് വെറ്റ് എച്ചിങ് അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെറ്റ് എച്ചിങ് ഇസ് യൂസ്ഡ് ഫോർ ലാർജ് പാറ്റേൺ സൈസസ്. ലാർജ് പാറ്റേൺ സൈസസ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഗ്രേറ്റർ ദാൻ 2 മൈക്രോമീറ്റർ. ഓക്കെ, 2 മൈക്രോമീറ്റർ അത്രയും ലാർജർ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൈക്രോമീറ്റർ റേഞ്ചിലാണ് നമ്മുടെ ഡിവൈസിന്റെ എല്ലാം ഡയമെൻഷൻ വരുന്നത്. നേരത്തെ നമ്മൾ ലെയർ ഗ്രോ ചെയ്യുമ്പോൾ ഒക്കെ പറഞ്ഞിരുന്നു 0.1 മൈക്രോമീറ്റർ, 0.2 മൈക്രോമീറ്റർ. അപ്പൊ മൈക്രോമീറ്റർ റേഞ്ചിലാണ്. അതും മൈക്രോമീറ്ററിൽ തന്നെ ഫ്രാക്ഷൻസ് ഓഫ് മൈക്രോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ലാർജ് പാറ്റേൺ സൈസ് എന്ന് പറഞ്ഞാൽ ഈ 2 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞൊക്കെ എന്താണ് ഐസിനെ വെച്ച് നോക്കുമ്പോൾ ലാർജ് സൈസ് ആണ് കേട്ടോ. സോ ലാർജ് പാറ്റേൺ സൈസ് ഗ്രേറ്റർ ദാൻ 2 മൈക്രോമീറ്റർ. ഫോർ ദാറ്റ് പാറ്റേൺ സൈസസ് വി ആർ യൂസിങ് വെറ്റ് എച്ചിങ്. And it is an isotropic process, that is sloped slide walls rather than straight walls. ഐസോട്രോപ്പിന്റെ ഫിഗറിൽ പോലെ ആലോചിച്ച് നോക്കുക. അതിന്റെ സൈഡ് വോൾസ് എന്തായിരിക്കൂല, സ്ട്രെയിറ്റ് ആയിരിക്കൂല, സ്ലോപ്ഡ് ആയിരിക്കും. ബിക്കോസ് ദർ വിൽ ബി അണ്ടർകട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് this wet etching has to be combined with the subsequent rinse and dry steps. This increases chances of defects and contamination. അപ്പൊ നമ്മുടെ എച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യേണ്ടി വരും? കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത സാധനമാണ്. അപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. സർഫസ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. സോ ആ ക്ലീനിങ് പ്രോസസ്സിന്റെ ഇടക്ക് ദർ ഈസ് ചാൻസ് ഓഫ് ഡിഫെക്ട്സ് ആൻഡ് കണ്ടാമിനേഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹസാർഡസ് കെമിക്കൽസ് ആൻഡ് കണ്ടീഷൻസ് ആർ യൂസ്ഡ്. സോ സേഫ്റ്റി ഈസ് എൻ ഇഷ്യൂ. ഓക്കെ, സേഫ് ഡിപ്പോസൽ ഓഫ് കെമിക്കൽ ഈസ് എസെൻഷ്യൽ. സോ വെറ്റ് എച്ചിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹസാർഡസ്, അതായത് ഇത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് ഈ പ്രോസസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. സോ ആ പ്രോസസ് ചെയ്യുമ്പോഴും അത്രയും സേഫ്റ്റി വേണം. അതേപോലെ ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഉണ്ടാവുന്ന കെമിക്കൽസ് സേഫ് ആയിട്ട് എന്ത് ചെയ്യണം? ഡിസ്പോസൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അനദർ ഡ്രോബാക്ക്. Then undercutting and resist peel off can happen if time is not controlled or etch conditions change during process. Undercutting എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐസോട്രോപിക് എച്ചിങ്ങിന്റെ റിസൾട്ട് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയന്റെ ബിലോയിൽ ഉണ്ടാവുന്ന എച്ചിങ് പ്രോസസ് ആണ് ഈ അണ്ടർ കട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു ലാർജ് ടൈമിൽ നടക്കുന്ന പ്രോസസ് ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. സോ ദീസ് ആർ ദ മെയിൻ ഡ്രോബാക്സ് ഓഫ് വെറ്റ് എച്ചിങ്. സോ വി ആർ പ്രിഫറിങ് ഡ്രൈ എച്ചിങ് ഓവർ wet etching. So in dry etching,
what we are doing is mainly we are for smaller areas or greater precision in removal of material, we are using dry etching. നേരത്തെ പറഞ്ഞു pattern size greater than 2 micrometer ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, we are using wet etching. For smaller areas or we want greater precision in removal of material, we are using dry etching. Okay, so dry etching is the removal of material in the absence of solvents. നമുക്കൊരു സൊല്യൂഷൻ ഇല്ല, സോൾവെന്റ്സ് ഇല്ല. അതായത് നേരത്തെ നമ്മൾ നമ്മുടെ എച്ചിന്റെ മെറ്റീരിയൽ സൊല്യൂഷൻ ഫോമിൽ ആണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഇവിടെ നമുക്ക് സോൾവെന്റിന്റെ ആവശ്യമില്ല. ഓക്കെ, ഡയറക്ട്ലി വി ആർ യൂസിങ് ഗ്യാസ് ഓർ എന്താണ് പ്ലാസ്മ. ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റേറ്റിലാണ് റിയാക്ടൻസ് യൂസ് ചെയ്യുന്നത്. സോ ഡ്രൈ എച്ചിങ്ങിന്റെ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഡയഗ്രാം നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്താണ് ദർ മേ ബി പ്ലാസ്മ ഫ്ലോയിങ് ഗ്യാസ്, പ്ലാസ്മന്റെ പ്രസൻസിലുള്ള പ്രോസസ് ഉണ്ട്. സോ വി ആർ ജനറേറ്റിംഗ് HN സ്പീഷീസ് ആൻഡ് ഇറ്റ് ഡിഫ്യൂസസ് ടുവേർഡ്സ് ദ സർഫസ് ആൻഡ് ബൈ അഡ്സോർപ്ഷൻ പ്രോസസ്. ഇവിടെ നമുക്ക് എന്താണ് ലിക്വിഡ് ഒന്നും ഇല്ല. സോ അഡ്സോർപ്ഷൻ പ്രോസസ്, അഡ്സോർപ്ഷൻ നിങ്ങൾക്ക് അറിയാലോ, അതായത് ആ ഗ്യാഷ്യസ് ഫോമിലുള്ള അല്ലെങ്കിൽ വേപ്പേഴ്സ് ഒരു സോളിഡ് സർഫസിൽ ഡയറക്ട്ലി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then reaction will takes place on the surface and we have to remove the material from surface. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മെയിൻ പ്രോസസ് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് റിയാക്ടൻസ് ട്രാൻസ്ഫർ ചെയ്യണം, ഇവിടെ റിയാക്ഷൻ നടക്കും, ദെൻ റിമൂവൽ ഓഫ് ബൈ പ്രൊഡക്ട്സ്. ഇത്രയും തന്നെയാണ് ഡ്രൈ എച്ചിങ്ങിലും വരുന്നത്. ഇവിടെ സൊല്യൂഷൻ ഇല്ല, ഡയറക്റ്റ് ഗ്യാഷ്യസ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ HN മെറ്റീരിയൽസ് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ഡ്രൈ എച്ചിങ് വി ഹാവ് മെയിൻലി 2 types, plasma etching and ion beam etching. Okay, so first we can see plasma etch. So here in plasma etch, see we have a chemical etchant in gas phase. Okay, in plasma etch we have a chemical etchant in gas phase. For example, etching silicon dioxide, we are using tetrafluoromethane, that is CF4. Okay, tetrafluoromethane യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിലിക്കൺ ഓക്സൈഡ് ലേയേഴ്സ് എച്ച് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് CF4. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചാമ്പർ ഈസ് ഇവാക്യുവേറ്റഡ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ ഗ്യാസ്. സോ ഒരു ചാമ്പറിനകത്താണ് എച്ചിങ് പ്രോസസ് നടക്കുന്നത്. ദാറ്റ് ചാമ്പർ ഈസ് ഇവാക്യുവേറ്റഡ്, ദാറ്റ് ഈസ് നമുക്ക് ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യണം. ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്മ എച്ചിങ് ആണ് അല്ലെ. സോ അവിടെ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി ദാറ്റ് ചാമ്പർ ഷുഡ് ബി ഹൈലി എന്ത് ചെയ്യണം, ഒരു വാക്വം ഫോം ചെയ്യണം. സോ നമ്മളത് എന്താണ് അവിടെയുള്ള എല്ലാ എന്താ പറയണ്ട എല്ലാ ഗ്യാഷ്യസും അയോൺസും എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു അൾട്രാ ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യും. ഇവാക്യുവേറ്റഡ് ആണ്. സോ ഇവാക്യുവേറ്റഡ് ചാമ്പറിൽ വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ റിയാക്റ്റീവ് ഗ്യാസ്. ദിസ് റിയാക്റ്റീവ് ഗ്യാസ് മീൻസ് നമുക്ക് എച്ചന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞു സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എച്ചിങ് എന്താ ചെയ്യുന്നത്, ടെട്രാഫ്ലൂറോമീഥൈൻ, ദാറ്റ് ഈസ് CF4 ആണ് യൂസ് ചെയ്യുക. സോ ആ ഗ്യാഷ്യസ് ഫോമിലുള്ള CF4, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണ് റിമൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ടെട്രാഫ്ലൂറോമീഥൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഗ്യാഷ്യസ് ഫോം വി ആർ ഇൻട്രൊഡ്യൂസിങ് CF4, tetrafluoromethane, inside the evacuated chamber. Okay, then next ചെയ്യുന്നത് we are heating with RF electrode. This here RF electrode is there. So RF electrode is used to heat the gas. So അങ്ങനെ ഹൈലി, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസ്മ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആ ഗ്യാസിനെ അയണൈസ് ചെയ്ത് പ്ലാസ്മ ജനറേറ്റ് ചെയ്യുന്നത് ബൈ ഹീറ്റിംഗ് ടു എ വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, സോ RF ഹീറ്റിംഗ്, RF ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ എച്ചന്റ് ഗ്യാസിനെ, ഗ്യാഷ്യസ് ഫോമിലുള്ള എച്ചൻസ് evacuated, we are passing the HNs in gaseous form to the evacuated chamber. There it gets heated to high temperature by using RF heating. Okay, so RF heating വെച്ച് very high temperature heat ചെയ്ത് അയണൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഒരു പ്ലാസ്മ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ആ ഒരു ഗ്യാസിനെ നമ്മൾ gaseous ഫോമിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്, പ്ലാസ്മ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദിസ് പ്ലാസ്മ ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, അയോൺസ് ആണ് അതിനകത്തുള്ളത്. അതായത് നമ്മുടെ ന്യൂക്ലിയസും ഇലക്ട്രോൺസും അല്ലെ, ആറ്റംസ് ഉണ്ടാവുക ന്യൂക്ലിയസും ഇലക്ട്രോൺസും ആണ്. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ന്യൂക്ലിയസിന് സെപ്പറേറ്റഡ് ആവും, ബട്ട് ന്യൂക്ലിയസിന്റെ കൂടെ ട്രാവൽ ചെയ്യും. ദാറ്റ് ഈസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടും നമ്മുടെ ഇലക്ട്രോൺസ് എന്താ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടും അതുപോലെയുള്ള അയോൺസ് ആണ് ഉണ്ടാവുക.
സോ ഈ പ്ലാസ്മ സ്റ്റേജിലുള്ള അയോൺസ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ അറ്റാക്ക് ദ ഓക്സൈഡ് ലെയർ ആൻഡ് റിമൂവ്സ് ഇറ്റ്. സോ നമ്മുടെ വേഫേഴ്സ് ഇവിടെ നമ്മളൊരു സ്റ്റാൻഡിൽ, നമ്മുടെ ഒരു ഹോൾഡറിൽ വേഫേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ വേഫറിന്റെ സർഫസിൽ നമുക്ക് എവിടെയാണോ സിലിക്കൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യേണ്ടത് ആ സർഫസിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള റീജിയൻസ് ഓൾവേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റഡ് തന്നെയായിരിക്കും. സോ ആ എക്സ്പോസ്ഡ് റീജിയൻസിൽ എന്ത് ചെയ്യും, ഉള്ള ഓക്സൈഡ് ലെയറിനായിട്ട് അറ്റാക്ക് ചെയ്ത്, അയോണൈസ്ഡ് ഗ്യാസ് അറ്റാക്ക് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ലെയർ റിമൂവ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്ലാസ്മ എച്ചിങ് പ്രോസസ്. സോ പ്ലാസ്മ എച്ചിങ് പ്രോസസ്സിൽ വി ആർ ക്രിയേറ്റിംഗ് an evacuated chamber, then reactant gas is passed inside it, and by using RF electrode we are creating plasma. Okay, ഒരു plasma field create ചെയ്യും. Then these ions will attack the oxide layer and remove. That is plasma etching process. Okay, so H rate wet etching compare ചെയ്യുമ്പോൾ H rate is smaller in the case of plasma H, and it is more suitable for thin layers. Okay, so it is plasma etching. And next is ion beam etching. Ion beam etching, it is a physical process where ionized inert gas ions, okay, inert gas ions are used to remove the material from the wafer. We are using inert gas ions. For example, argon. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആർഗൺ ആണ്. ഓക്കെ, സോ ആർഗൺ അയോൺസ് ഫോം ചെയ്തിട്ട് ആ ആർഗൺ അയോൺസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു വാക്വം ചേമ്പറിനകത്തേക്ക് വി ആർ പാസിംഗ് ദ ആർഗൺ ആറ്റംസ്. ഓക്കെ, അപ്പൊ ആദ്യം അവിടെ നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ പിന്നെ സർക്കിൾ, ഡാർക്കൺ ചെയ്യാത്ത സർക്കിൾ ഷേപ്പിലുള്ളത് ആർഗൺ ആറ്റംസും ഡോട്ട് കാണിക്കുന്നത് എന്താണ്, അയണൈസ്ഡ് ആർഗൺ ആറ്റംസ് ആണ്. എന്ന് വെച്ചാൽ ആർഗണിന്റെ അയോൺസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇൻസൈഡ് ദ ചേമ്പർ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്, ഈ ഒരു നൊട്ടേഷൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ആർഗൺ ആറ്റംസും ആർഗൺ അയോൺസും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഇവിടെയും വി ഹാവ് എ ചേമ്പർ, അവിടെ എന്താ ചെയ്യുന്നത്, ആർഗൺ ആറ്റംസ് ആണ് ചേമ്പറിനകത്തേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് എ ഫിലമെന്റ്. ഇവിടെ കണ്ടോ, ഹീറ്റഡ് കാത്തോഡും ഒരു കാത്തോഡ് ആനോഡ് അറേഞ്ച്മെന്റ് ഇസ് ദർ. സോ വി ഹാവ് എ കാത്തോഡ് വിച്ച് എമിറ്റ്സ് ദ ഇലക്ട്രോൺ ബൈ തെർമയോണിക് എഫക്ട്. ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അത് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹീറ്റഡ് കാത്തോഡ് ആണ്, സോ ഇറ്റ് വിൽ എമിറ്റ് ഇലക്ട്രോൺസ്. ദാറ്റ് ഇലക്ട്രോൺസ് റൺസ് ടുവേർഡ്സ് ആനോഡ്. ഓക്കെ, അത് ആനോഡിലേക്ക് ട്രാവൽ ചെയ്യും. ആ ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ആർഗൺ ആറ്റംസ് അയണൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ ഇലക്ട്രോൺസിന്റെ എഫക്ട് കൊണ്ട് ആർഗൺ ആറ്റംസ് എന്ത് ചെയ്യും, അയണൈസ് ചെയ്യും. Then this ionized argon atoms, or we can say argon ions, are accelerated towards the wafer in the chamber. Okay, so ionized ചെയ്ത ആർഗൺ ആണ് എന്ത് ചെയ്യുന്നത്, വേഫറിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഈ അയണൈസ്ഡ് ആർഗൺസിന് എന്താകും, ഹൈ കൈനറ്റിക് എനർജി ഉണ്ടാവും. വിത്ത് ദാറ്റ് എനർജി ഇറ്റ് വിൽ travel towards the wafer, and by energy transferring, ഇതിന്റെ ആ ആക്സിലറേറ്റ് ചെയ്ത എനർജി, that energy will transfer to the material to remove. സോ ആ എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർഫസിൽ നിന്ന് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ മെറ്റീരിയൽസ് റിമൂവ്ഡ് ബൈ എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ആക്സിലറേറ്റഡ് ആർഗൺ ആറ്റംസ് ആൻഡ് ദ സർഫസ് ഓഫ് ദ വേഫർ. ഓക്കെ, സോ അയോൺ ബീം എച്ചിങ്ങിൽ we can say it is a physical process where ionized inert gas ions, usually argon, inert gas argon, are used to remove the material from the wafer. The process is not selective, but it is highly directional. Okay, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഫിഗർ ഓഫ് മെറിറ്റിൽ സെലക്ടിവിറ്റി ലെസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹൈലി ഡയറക്ഷണൽ. ആൻഡ് റിയാക്റ്റീവ് അയോൺ ബീം, സോറി, ഓക്കെ, സോ പ്രോസസ് മനസ്സിലായില്ലേ? That is, argon ions are accelerated towards the wafer in a vacuum chamber. We have a vacuum chamber, and the argon ions are accelerated towards the wafer. ടൈം ആവുന്നല്ലേ ഉള്ളൂ, കേറുന്നേരം ഈ സമയം ആർക്കും കാണുന്നില്ലല്ലോ. ഹർഷൻ, നീ ഇന്ന് ലേറ്റ് ആയിരുന്നില്ലേ? 8:50
ഞാൻ വരുമ്പോ ആകെ 4 പേരേ ഉള്ളൂ ഇവിടെ. ടൈമിന്റെ കാര്യം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല കേട്ടോ. ഞാനുള്ള കാര്യം പറയാം. കാരണം ഇന്ന് പറയുന്നവരെ ടോപ്പിക്. സോ അയൺ ബീം എച്ചിങ് ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ ഡയഗ്രാം വെച്ചിട്ട് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാലോ. ആർഗൺ അയൺസ് വിത്ത് ഹൈ കൈനറ്റിക് എനർജി വേഫറിലേക്ക് ട്രാവൽ ചെയ്യും. ദെൻ വേഫർ സർഫസിൽ ഈ അയോൺസും വേഫറിലുള്ള റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയലായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും? ആ മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അയോൺ ബീം എച്ചിങ്. വൺ മോർ തിങ്, ഒരു കാര്യം കൂടെ പറയാം. ഒരു റിയാക്റ്റീവ് അയോൺ ബീം എച്ചിങ് എന്നിട്ടൊരു പ്രോസസ് ഉണ്ട്. അത് ആക്ച്വലി പ്ലാസ്മ എച്ചിങ്ങും അയോൺ ബീം എച്ചിങ്ങും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെ വരുന്നുണ്ട്. അതായത് രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് റിയാക്റ്റീവ് അയോൺ ബീം എച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടില്ല, അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് എച്ചിങ് പ്രോസസ്സ് വരുന്നത്. സോ ഈ എച്ചിങ് വരെയാണ് നമുക്ക് ഇന്ന് എടുക്കുന്നവർ അത്രയും പോർഷൻസ് ആണ് എക്സാമിനുള്ളത്. ഓക്കെ, സ്റ്റോപ്പ്.